അറസ്റ്റിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി വിട്ടയച്ച കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസ് പ്രതി ഡോക്ടർ MK റാമിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് 2 ദിവസത്തിനകം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. ഇന്നലെ കർണാടകയിലെ കുടകിൽ നിന്ന് ഒളിവിൽ കഴിയുകയായിരുന്ന ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കണ്ണൂരിലെത്തിച്ച റാമിനെ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി. എന്നാൽ അറസ്റ്റ് സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് ചൂണ്ടിക്കാട്ടി റാമിനെ വിട്ടയക്കുകയായിരുന്നു. തുടർന്ന് ഭാര്യയ്ക്കൊപ്പം പുറത്തിറങ്ങിയ റാമിനെ അന്വേഷണ സംഘം ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു. പിന്നാലെയാണ് നോട്ടീസ് നൽകിയ ശേഷം റാമിനെ വിട്ടയച്ചത്. 3 മാസത്തിന് ശേഷമാണ് ഒളിവിലായിരുന്ന റാമിനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്. അതേസമയം ആഭ്യന്തരമന്ത്രി നിയോഗിച്ച ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഉടൻ കേസ് ഏറ്റെടുക്കും. കോഴിക്കോട് പാളയത്ത് യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. പ്രതിയെന്ന് സംശയിക്കുന്നയാൾ കോഴിക്കോട് മാങ്കാവ് കൊളങ്ങര പീടിക സ്വദേശിയായ 22-കാരനാണെന്നാണ് വിവരം. കൊല്ലപ്പെട്ട ബിജുവിന്റെ ബന്ധുവാണ് ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ ഇയാളെ മാനസികാസ്വാസ്ഥ്യത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ബിജുവും ബന്ധുക്കളും ചേർന്നാണ് ഇയാളെ ബലമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകമെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 3:30-ഓടെയാണ് പാളയം സ്വദേശിയായ ബിജുവിനെ വീടിനോട് ചേർന്നുള്ള മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്.